ശരിയൊരു വാർത്ത വായിക്കാം. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ പകപോക്കലിന് നിയമം ദുരുപയോഗം ചെയ്യുന്നു, ജാഗ്രത വേണമെന്ന് സുപ്രീം കോടതി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. ഈ നമുക്കറിയാം, സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സ്ത്രീകൾ അതിനെ ഒരു ഒരു ചാൻസ് ആയി എടുത്തിട്ട്, അതല്ലെങ്കിൽ അതിനൊരു ഒരു അവകാശമായി എടുത്തിട്ട് അതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലടക്കം അത് നടക്കുന്നുണ്ട്. എന്ത് ചെയ്താലും എന്നെ മേത്തുതൊട്ടാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് സ്ത്രീകൾ ഈ നിയമങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായി തോന്നിയിട്ടില്ലേ? നമുക്ക് എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഇല്ല, ഈ പറയുന്ന കേസ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി. ഒരു IT എഞ്ചിനീയർ ബാംഗ്ലൂർ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം 10-20 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ചുകൊണ്ട് മാനസിക കൊണ്ട് ആത്മഹത്യ ചെയ്തു. എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ സ്ത്രീധന ത്തിന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷണം എന്തായാലും ഉണ്ടാവുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇവർക്കെതിരെ കുറ്റം ഉണ്ടാവും, ഉറപ്പായിട്ട് അത് തെളിഞ്ഞാൽ ഉണ്ടാവും. നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു 80% എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. 20% ഉൾപ്പെടെ ഒരു 10% ഉണ്ടാവും കള്ളക്കേസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ കള്ളക്കേസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഗാർഹിക പീഡനം ചെയ്യുക, അല്ലെങ്കിൽ നീ ഇത്രയും നമുക്ക് വേറെ എങ്ങോട്ടും നമ്മൾ പോകണ്ട. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ തൊട്ട് അതുപോലെ ഉത്ര, അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇപ്പൊ ഏറ്റവും നടന്ന പെൺകുട്ടിയുടെ പേര് ഇന്ദുജ, അവള് ഈ പറയുന്ന പോലെ അവിടെയും ജാതി പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം അതൊരു സ്ത്രീധന പീഡനമായില്ലെങ്കിലും ഗാർഹിക പീഡനമാണ്. ഒരു ഇപ്പൊ കേരളത്തിലെ പെൺകുട്ടികൾ 60% പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഭാരതത്തിൽ ഒട്ടുമില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മിക്കയിടത്തും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ തമിഴ്നാട്ടിലെ ബോർഡറിൽ നടന്നൊരു കേസ്, അതും സ്ത്രീധന പീഡനമാണ്. MSc എന്തോ നല്ലൊരു മൈക്രോബയോളജിയോ എന്തോ നല്ല PG ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടി, കോയമ്പത്തൂരൊക്കെ എങ്ങോട്ട് കല്യാണം കഴിച്ചു പോയിട്ട് അവിടെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അതും കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. ആത്മഹത്യ കൊല്ലണമെന്നില്ല, ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ IT എഞ്ചിനീയറുടെ കേസ് പറഞ്ഞില്ല, അത് ഒരു കേസ് ആയപ്പോഴത്തേക്ക് കോടതി ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു, ഇങ്ങനെ കള്ള കേസുകൾ കൊടുക്കപ്പെടുന്നു. പക്ഷെ ഇത് ഒരു കേസിൽ കോടതി പറയുമ്പോൾ ആ തൊട്ട് ഓപ്പോസിറ്റ് നടക്കുന്ന 100 കേസുകളാണ്. 100:1 ആക്കിയാൽ നമുക്ക് അതിനെ കടക്കാൻ പറ്റും, 10:1 പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊരു തുടക്കമാണ്. കാരണം ഇതിപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഈ പണ്ട് കാലത്ത് നമുക്ക് വളരെ വിരളമായിരുന്നു. ഇപ്പൊ ശാരിക പറഞ്ഞതുപോലെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഒരു കേസൊന്നുമല്ല, ഒരുപാട് കേസുകൾ ഇങ്ങനെ. അതല്ല ശില്പ, പണ്ടും കേസുകളുണ്ട്, പക്ഷെ അന്ന് സ്ത്രീകൾ ഇത്ര എംപവേർഡ് അല്ല. പക്ഷെ സ്ത്രീകൾക്ക് പേടിയായിരുന്നു. ഇന്ന് സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് അവർക്ക് പേടി കുറഞ്ഞിരിക്കും. നമ്മൾ എന്തിനേയും പേടിക്കുമ്പോഴാണ് നമ്മൾ ഉൾവലിക്കുന്നത്. ഞാൻ ഈ പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഈ പുരുഷന്മാർ ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ കുടുങ്ങുന്നത് പണ്ട് 1-2 ആയിരുന്നെങ്കിൽ പുരുഷന്റെ കാര്യമാണോ, ഇന്ന് അത് ഒരു 50-100 ഇതിലേക്ക് മാറിയിരിക്കുന്നു. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ കോടതി അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുക എന്ന് പറയുന്നത് കോടതിയെ സംബന്ധിച്ച് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേസിൽ ഈ ആൺകുട്ടി, ഈ അതുൽ എന്ന് പറയുന്ന ആൺകുട്ടി, ഈ മരിച്ചുപോയ കുട്ടി, അദ്ദേഹം തയ്യാറായിരുന്നു ആ വിവാഹബന്ധത്തെ ഡിവോഴ്സ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടത് അതല്ല, അവർക്ക് വേണ്ടത് അവിടെ പൈസയാണ്. ഗാർഹിക പീഡനം നടത്തി ഈ അതുലിന്റെ ബന്ധുക്കളും ചേർന്നുകൊണ്ട് ഈ കുട്ടിയെ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ഗാർഹികമായി പീഡിപ്പിച്ചു. ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ആ കുട്ടി മുന്നോട്ട്. അത് തെളിയിച്ചോ? കോടതിയിൽ കേസ് വന്നിട്ടില്ല. അത് ഒരു വട്ടം കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. അത് വീണ്ടും അവർ സുപ്രീം കോടതി ഹർജിയുമായി പോയതാണ്. അപ്പോൾ ഇയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കാരണം ഒരു പുരുഷനുണ്ടാവുന്ന മാനസിക, നമ്മളെല്ലാവരും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കും, ഈ പുരുഷന്റെ മാനസികാരോഗ്യത്തെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പൊ തുടർച്ചയായി ഞാൻ ശാരികയും തമ്മിൽ ഒരു ബന്ധത്തിലാണെന്ന് ഇരിക്കട്ടെ, ഞാൻ ശാരികയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ശാരിക ഇത്തരത്തിൽ എന്നെ അടിച്ചു പിടിച്ചു, അതല്ലെങ്കിൽ ശാരിക എന്നെ ബുദ്ധിമുട്ടിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു, ഗാർഹികമായി പീഡിപ്പിച്ചു. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് ഒരു സമൂഹം മൊത്തം കേൾക്കുകയാണ്. പിന്നെ ആ സമൂഹം മുഴുവൻ ശാരികയെ കാണുന്നത് ആ കണ്ണിലാണ്. എങ്ങനെയാണ് അയാൾക്ക് ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അയാളെ മെന്റലി അയാൾ ഹാപ്പി ആയിരിക്കാൻ അയാൾക്ക് സാധിക്കുക? കാരണം ഒരു പോയിന്റിൽ മേ ബി അദ്ദേഹത്തിന്റെ കുടുംബം വരെ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അയാൾക്ക് എത്തിപ്പെടാം. അപ്പൊ എല്ലാവരും നമ്മൾ മെന്റലി സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം. ഈ ആണുങ്ങൾ എല്ലാവരും ഈ കല്ല് നെഞ്ചിൽ വെച്ച് നടക്കുന്നവരൊന്നുമല്ല, അവർക്കും അവരുടേതായ ഇമോഷണൽ വീക്ക് പോയിന്റ്സ് ഉണ്ട്. സോ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് ആലോചിച്ചു. ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയ ഒരു ടാസ്ക് അല്ല. നമുക്ക് അത്രത്തോളം ഫെഡപ്പ് ആവുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കും. അത്രയും വേദനാജനകമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അതൊരാൾ സ്വയം ചെയ്യാൻ തീരുമാനിക്കണമെങ്കിൽ അയാൾ എത്രത്തോളം ഹേർട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ശില്പ പറയുന്ന പോലെ ആണുങ്ങൾ ആരും കല്ല് കെട്ടി നെഞ്ചത്ത് വെച്ച് നടക്കുന്ന ആൾക്കാരല്ല, അവർക്കും മനസ്സുണ്ട്. പലരും ഈ പറഞ്ഞ റേപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആണുങ്ങൾക്കും പീഡനങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ അതിന്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പറയുന്നത് ചെറുപ്പത്തിലേ തൊട്ട് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാനൽ എപ്പോഴും കാണിക്കും. ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് ഒരു കുട്ടി പറയുന്നതാണ്, അവനെ ചെറുപ്പം തൊട്ടേ മൊളസ്റ്റ് ചെയ്യുന്നതാണ്.
അത് അവന്റെ അമ്മയോട് പറഞ്ഞാണ് അവൻ കരയുന്നത് പിന്നീട് വലുതായതിനു ശേഷം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ താങ്കൾ ഈ പറയുന്ന പോലെ പതുക്കെ പതുക്കെ കൂടി വരികയാണ്. ഇപ്പൊ പറയുന്ന പോലെ ആണുങ്ങളുടെ പീഡനത്തിന്റെ കാര്യം, ഇപ്പൊ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമൊക്കെ ആരോപിക്കുക. ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ പരസ്ത്രീ ബന്ധമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ വേണ്ടുന്ന സമഗ്രമായ ഒരു അന്വേഷണം, അത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി ഒരാളെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമഗ്രമായ അന്വേഷണം, ഡീപ്പസ്റ്റ് ആയിട്ട് അന്വേഷണങ്ങൾ, കുക്കിട്ടപ്പായിട്ടുള്ള തെളിവുകളാണോ അതോ ചുമ്മാ ആരോപണങ്ങളാണോ, അങ്ങനെയുള്ള ഒരു തെളിവെടുപ്പ് എല്ലാത്തിനും വേണം. ഇപ്പൊ കോടതി പറഞ്ഞു വെക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണം. കാരണം ഒരാളുടെ ജീവൻ അത് എത്രമാത്രം, ഈ IT എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടെക്കി ആയിട്ടൊരു മനുഷ്യനാണ്. ഭാവിയിൽ അദ്ദേഹത്തിന് ഒരുപാട് രാജ്യത്തിനും ഒരുപക്ഷെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമാനായ മനുഷ്യൻ. അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത് പഠിച്ച് എഞ്ചിനീയറായി IT പ്രൊഫഷണലായി മാറിയ നല്ല സാലറി ഉള്ള ഒരു മനുഷ്യൻ എന്തിനാണ് ഒരു ആൾ ഓഫ് എ സഡൻ അദ്ദേഹത്തിന്റെ ഒരു ഇമോഷന്റെ പുറത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം വല്ലാതെ ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇത് സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടില് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നൊന്നും പറയില്ല. പക്ഷേ പുരുഷന്മാരാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന പീഡിതവർക്ക് സ്ത്രീ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഇന്നും സംശയം അതാണ്. അതല്ലെന്നല്ല, ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നു. അത് കൃത്യമായി വ്യാജമാണെന്ന് തെളിയുന്ന ഒരു അദ്ദേഹത്തിന് പറ്റും. ബിക്കോസ് അദ്ദേഹം അത് തെറ്റ് ചെയ്തില്ല എന്ന് പൂർണ്ണ ബോധം ഓൺ ദ സ്പോട്ട്. എനിക്ക് 1 hour അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അദ്ദേഹം കേസ് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യിച്ചു. സോ ഐ അഡോർ ഹിം. ബിക്കോസ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം നല്ലൊരു മാൻ എന്ന നിലയിൽ ഞാൻ റെസ്പെക്ട് സല്യൂട്ട് ചെയ്ത് കൊടുത്ത സമയമാണ്. കാരണം അതാണ് അന്തസ്, അതാണ് ഒരു പുരുഷൻ എന്ന് പറയുന്നത്. പലരും ഓടി ഒളിച്ചപ്പോൾ നിവിൻ പോളി എന്താണ് ജയസൂര്യ എന്താണ് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ? എന്തുകൊണ്ടാണ് രഞ്ജിത്ത് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്? എന്തുകൊണ്ടാണ് സിദ്ദിഖ് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ? എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ കനമുള്ളവനെ പേടിക്കാനുള്ളൂ? അതെ, സത്യം. അപ്പം എല്ലാവരും ഇപ്പൊ ഈ അദ്ദേഹത്തിന്, പക്ഷെ ഈ മരിച്ചുപോയ ആളുടെ കാര്യത്തിൽ ഈ ഖേദമുണ്ട്. അദ്ദേഹത്തിന് തെളിയിച്ചിട്ട് മരിക്കാമായിരുന്നു. അല്ല, ഞാൻ ഇവിടെ പറയാൻ വന്ന പോയിന്റ് എന്താണെന്നറിയോ? ഇപ്പൊ നിവിൻ പോളി വന്ന് അത് സംസാരിച്ചു, ആ കേസ് വ്യാജമാണെന്ന് തെളിയുന്നു, കൃത്യമായി അതിന് ബന്ധപ്പെട്ട തെളിവുകളെല്ലാം പുറത്തു വരുന്നു. അതിനുശേഷം വന്ന ഹേമ കമ്മിറ്റിയിലേക്ക് വന്ന പരാതികൾ, ആ പരാതികളെ നമുക്ക് രണ്ട് ദൃഷ്ടിയോട് കൂടിയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഇതെല്ലാതും സത്യമാണ്. ഒരു സ്ത്രീ വന്ന് കരഞ്ഞു പറയുകയാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കേസ് പോലെ കള്ളത്തരമായിരിക്കുമോ എന്ന രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരും നമുക്ക്. അത് അപ്പൊ അവിടെ ഈ ജെന്യൂനായി പറയുന്നവരുടെ ജെന്യൂനിറ്റിയെ വരെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കോടതിയാണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും സാധാരണക്കാരായ നമ്മളെ പോലത്തെ മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ടി വരും. കാരണം ഇപ്പൊ ഒരു പീഡന പരാതി വരുമ്പോൾ അതിന്റെ ആണിന്റെ പക്ഷം കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരികയാണ്. നമുക്ക് കണ്ണടച്ച് പെണ്ണിന്റെ പക്ഷം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള വ്യാജ പരാതികളും വ്യാജ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വ്യാജ പീഡന പരാതികളും എല്ലാം മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്. ഈ സ്ത്രീ കളഞ്ഞു കുളിക്കുന്നത് മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമം. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നല്ലോ, ഇങ്ങനെ ഇത് വ്യാജ പരാതികൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, സ്ത്രീകൾ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ യഥാർത്ഥമായ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ആ ഒരു അവസ്ഥയെ കൂടെയാണ് അവിടെ പ്രശ്നത്തിലാക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പുള്ളിക്കാരന്റെ വൈഫും അവരുടെ വീട്ടുകാരും ഇങ്ങനൊരു കള്ളത്തരം ചെയ്തതിന്റെ പേരിൽ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒറിജിനലി സമ്മർദ്ദം അനുഭവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ, ലക്ഷക്കണക്കിന് കുടുംബത്തിലുള്ള സ്ത്രീകൾ ഒന്നും മിണ്ടാതെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കേരളത്തിലും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും പീഡനമേൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നു. അവർ ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് ജോലിയുണ്ട്, എങ്കിൽ പോലും ഒരു കുടുംബത്തെ ഓർത്ത് അവർ സഹിക്കുന്നു. നമ്മൾ പറയുമ്പോൾ ഈസിയാണ്, സ്ത്രീകൾ ഡിവോഴ്സ് മേടിച്ചു പോകും. പക്ഷെ അവിടെ ഒരു മകളോ മകനോ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവൾക്കൊരു അച്ഛനുണ്ടാകട്ടെ, അല്ലെങ്കിൽ അവളെ പറയാനായിട്ട് ആ കുഞ്ഞിന്റെ മാനസിക തലത്തിൽ നിന്ന് ഒരു അമ്മയ്ക്ക് അത് ചിന്തിക്കാൻ പറ്റും. അമ്മ അതുകൊണ്ടാണല്ലോ വീക്ക് പോയിന്റും ദൈവമാതാവും ഒക്കെ മാറുന്നത്. ബിക്കോസ് അമ്മ മകളുടെ സ്ഥാനത്തോ മകന്റെ സ്ഥാനത്തോ ഒന്ന് ചിന്തിക്കും, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർ ചിന്തിക്കുക, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവൻ വൃത്തികെട്ടവനായാലും അവൾക്ക് അതൊരു അച്ഛനോ അവൾക്ക് ഒരു അമ്മയോ അങ്ങനെ ആകും. പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ശില്പ. കാരണം ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസിക പീഡനങ്ങൾ എൻ്റെ ഭർതൃഗൃഹത്തിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആരോപണങ്ങൾ എനിക്കത് മനസ്സിലാവും. ഞാൻ ആ പയ്യനെ കുറ്റപ്പെടുത്തില്ല. അവന് തെളിയിച്ചതിന് ശേഷം അവൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത് അവന്റെ ഒരു ഇമോഷണലി അവനെ ചെയ്തിട്ടുണ്ടാവാം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അവന്റെ കൈകൾ ശുദ്ധമാണെന്ന് അവന് തെളിയിക്കാമായിരുന്നു. അത് ഒരു പാഠമാകുമായിരുന്നു. ഇതുപോലെ യഥാർത്ഥമായിട്ട് പീഡനം അനുഭവിക്കുന്ന ഒരു ഭർത്താക്കന്മാർക്ക് ഒരു മോട്ടിവേഷനും അതോടൊപ്പം തന്നെ ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ മുതിർന്നു നിൽക്കുന്ന കുറേ അധികം പെണ്ണുങ്ങളുണ്ടാവും. ആ പെണ്ണുങ്ങൾക്ക് അതൊരു വാണിംഗുമായി മാറുമായിരുന്നു. പകരം അവൻ മരിച്ചു കളഞ്ഞു. ഇപ്പൊ ഈ സത്യം പുറത്തു വരുമ്പോൾ അവൻ ഈ ഭൂമിയിലില്ല. എങ്കിലും അതൊരു ഇനി പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ അത് ചെയ്യാം. കാരണം ഇനി ഈ ഒരു 10% സ്ത്രീകൾ അത് ചെയ്യുമ്പോൾ ബാക്കി 90% സ്ത്രീകളുടെ പീഡനം അനുഭവിക്കുകയാണ്. പൈസയുടെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ, കൂടിയതിന്റെ പേരിൽ, കിട്ടാത്തതിന്റെ പേരിൽ ഒരു അടിമയായിട്ട് ഇന്നും നമ്മൾ എത്ര ഈ സംസ്കാരം ഉള്ളവരാണ്, സംസ്കാരം ഇന്നും അത് നടക്കപ്പെടുന്നുണ്ട്. ഇന്ന് എത്ര ഭർത്താക്കന്മാരുണ്ട് രാവിലെ 5 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് മുറ്റമടിക്കുകയും ഗേറ്റ് തുറക്കുകയും ചായ വയ്ക്കുകയും ചായ വെച്ച് ഭാര്യ ഉണർത്തുകയും തുണിയിലൊക്കെ ഇടുകയും ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ കഴിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ആരുമില്ല.
ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു 50% 50% ചെയ്യുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ടിന്റെ മ്യൂച്വൽ റെസ്പെക്ട് അവൻ ഒരാഴ്ച ഇപ്പൊ ചെയ്യുവാണെങ്കിൽ പറയും 10% ആൾക്കാർ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ. ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ഒരു പക്ഷേ എന്റെയൊക്കെ മകളുടെ ഒരു ജനറേഷൻ വരുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന LKG-ക്കാർ ഇന്നൊരു യൗവനയുക്തരായി മാറുമ്പോൾ ഒരു പക്ഷേ ഇത് സംഭവിക്കും. അന്നൊരു പക്ഷേ മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതായി ഇപ്പൊ കാലഹരണപ്പെട്ട് പോയേക്കാം. അപ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ സ്ത്രീക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുക. ഞാൻ ഉൾപ്പെടുന്ന ഇൻക്ലൂഡിങ് ഞാൻ എന്റെ പേഴ്സണൽ ആൾക്കാർക്ക് ഒരു വിശ്വാസത്തിക്ക് വേണ്ടി ഞാൻ ചുമ്മാ കുക്ടക് സ്റ്റോറി അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഞാൻ ഒരുപാട് പീഡനങ്ങൾ ഭർത്തൃഗൃഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ട് ഒരാളാണ്. ഇന്നും എന്റെ മകളെ നോക്കാത്ത ഒരു അച്ഛനാണ് അവൾക്കുള്ളത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും. ഒരു സ്ത്രീ, അതുകൊണ്ടാണ് ഈ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. എന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് സ്ത്രീപക്ഷത്ത് നിന്ന് ഞാൻ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഈ തെറ്റ് ചെയ്യാത്ത കുട്ടികൾ അവിടെ ശിക്ഷിക്കപ്പെടുകയാണ് പീഡനങ്ങൾ കൊണ്ട്. അത് കൂടുതലും സഹിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കള്ളക്കേസുകൾ അത് എന്നെ പോലുള്ള സ്ത്രീകൾക്ക് പോലും ഒരു മാനക്കേടാണ് കോടതി അത് പറയുമ്പോൾ. ഞങ്ങൾ കൊടുക്കുന്ന കേസുകളുടെയും ഒരു വിശ്വാസ്യത അവിടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കോടതി അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ രണ്ടും ജീവിതങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോടതി അതിന് പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലേക്ക് അതിനുള്ള ആൾക്കാരെ അറിയിക്കുകയോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തിനാണ് വഴക്കടിച്ച് പിരിയുന്നത്? സന്തോഷത്തോടുകൂടി പിരിയുക. ഒരു കുട്ടി അല്ലെങ്കിൽ അച്ഛനമ്മ എന്ന് പറയുന്നത് കുട്ടിക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ സംരക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ വളർത്താനുള്ള കാരണം പോലും ഇന്നത്തെ കാലത്ത് അച്ഛന്മാരുടെ പീഡനം കൂടിയതുകൊണ്ടാണ് അല്ലെ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും പണ്ടൊന്നും അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് പെൺകുട്ടികളായി കഴിഞ്ഞാൽ വീക്കെൻഡ് അച്ഛനും ഒരാഴ്ച അമ്മയുടെ അടുത്ത് നമ്മളൊരു പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഒരു 16 18 വയസ്സൊരു പെൺകുട്ടി അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയാനുള്ള മെയിൻ റീസൺ പറയുന്നത് അച്ഛന്മാരെ പേടിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സമൂഹം ഒരു തരത്തിൽ താഴ്ന്നിരിക്കുന്നുണ്ട്. എന്നാൽ പോലും കള്ളക്കേസുകൾ കൊടുക്കുന്ന ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. അതിന് ശരിക്കും മുൻകൈ എടുക്കേണ്ടത് നിയമപാലകരും അതോടൊപ്പം തന്നെ ഇപ്പൊ കോടതിയിലാണല്ലോ, ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണല്ലോ ഇതിൽ എടുക്കുന്നത്. കോടതിയിലേക്ക് ആദ്യം ചെല്ലുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം ഇത് ചെല്ലുന്നത്. ഈ നമ്മുടെ ഭർത്തൃപീഡനവും അതേക്കൂടെ പരാതികളൊക്കെ. അപ്പൊ അതിന് പോലീസുകാർ സമഗ്ര അന്വേഷണം ചെയ്യുക, വനിതാ പോലീസിനെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു വിങ് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡിവോഴ്സ് കേസുകൾക്ക് അല്ലെങ്കിൽ ഈ മാനസിക ഈ ഗാർഹിക പീഡനങ്ങൾക്ക് ഒരു വിങ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സ്പെഷ്യൽ പോലീസിനെ ഇടുന്നു. അതിനൊപ്പം ഇത് കോടിക്കണക്കിന് ആൾക്കാരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയോ സ്പെഷ്യൽ ടീമിനെയോ ഒക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പം സ്പെഷ്യൽ കോടതികളുണ്ട്. കുടുംബ കോടതിയിലാണ് ഡിവോഴ്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുകൾ ഹാൻഡിൽ ചെയ്യാനും അങ്ങനെയുള്ള ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് കൃത്യമായ അന്വേഷണത്തിലോടുകൂടി രണ്ടു കൂട്ടർക്കും നീതി നടപ്പാക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.